നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. രാജ്യത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് ജനസാഗരത്തെ സാക്ഷിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ചടങ്ങിൽ മന്ത്രി VN വാസവൻ സ്വാഗതം പറഞ്ഞു. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. ലോകത്തിലെ വലിയ ചരക്ക് കപ്പലുകൾ ഇവിടെ സുഗമമായി എത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75% ട്രാൻസ്ഷിപ്മെന്റ് രാജ്യത്തിന് പുറത്തായിരുന്നു. ഈ സ്ഥിതി ഇനി മാറുകയാണ്. രാജ്യത്തിന് പുറത്തുപോയിക്കൊണ്ടിരുന്ന പണം ഇനി ഇവിടുത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. समय में बढ़कर के 3 गुनी हो जाएगी. यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे. अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है. ये परिस्थिति अब बदलने जा रही है. अब देश का पैसा देश के काम आएगा. ഒരു തുറമുഖത്തിന്റെ കവാടമല്ല, രാജ്യത്തിന്റെ മഹാകവാടമാണ് തുറക്കുന്നതെന്ന് മുഖ്യമന്ത്രി. തുറമുഖം യാഥാർത്ഥ്യമായതിന്റെ നാൾവഴികൾ കൂടി അധ്യക്ഷ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്ത് മുഖ്യമന്ത്രി. കവാടം തുറക്കലാണ്. കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, 3-ാം മില്ലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ്. കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, 3-ാം മില്ലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ്. കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, 3-ാം മില്ലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ്. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയ വേർതിരിവ് പാടില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. സാധ്യ താല്പര്യക്കാർ പകർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു. ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്, ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മന്ത്രി VN വാസവൻ. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും, നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയന്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും നേതൃത്വപരമായ പങ്കുവഹിച്ചു. ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രി, കാലം കരുതി വെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിൻ്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന് പരിഹാസ്യനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും M വിൻസെന്റ് MLAയും ചടങ്ങിൽ പങ്കെടുത്തു. വിഴിഞ്ഞം പദ്ധതി പാലൂട്ടി വളർത്തിയത് പിണറായി വിജയൻ എന്ന് സമ്മതിക്കുന്നുവെന്ന് MM ഹസൻ. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞമെന്നും MM ഹസൻ. പക്ഷേ അതുകൊണ്ട്
ഇത് ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്. അതിനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് പോഷകാഹാരം കൊടുത്ത് ഈ നിലയിലാക്കിയത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് എന്ന് സമ്മതിക്കാം. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിന് മുന്നറിയിപ്പുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി കണിയാന് വെച്ച് നോക്കേണ്ടി വരുമെന്നും KC ജോസഫ്. പിന്നെ പ്രശ്നങ്ങൾ സാധിക്കുന്നത് അതുകൊണ്ട് ജോലി കുറെ കുഴപ്പമാണെന്ന് പറഞ്ഞു. കോൺഗ്രസിനകത്തെ നേതാക്കന്മാർ തമ്മിലുണ്ടാകുന്ന സൗന്ദര്യപ്പടക്കത്തിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ വേദനിക്കുന്നത് സാധാരണ കോൺഗ്രസുകാരുടെ മനസ്സാണ്. 2026 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി പിന്നുള്ളത് കണിയാന്മാരെ കണിച്ചാൽ നോക്കേണ്ടി വരും. അടുത്ത വർഷം പാക് പൗരന്മാർക്ക് വാഗാതിർത്തി കടക്കാൻ പാകിസ്ഥാൻ അനുവാദം നൽകി. അതിർത്തി അടച്ചതോടെ നിരവധി പാക് പൗരന്മാർ ഇന്ത്യയിൽ കുടുങ്ങിക്കിടന്നിരുന്നു. അതിനിടെ പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ UP-യിൽ വ്യോമസേനയുടെ പരിശീലന പറക്കൽ. ഗംഗ എക്സ്പ്രസ് വേയിലാണ് വ്യോമസേനയുടെ പരിശീലനം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ്. ഇഡിയുടെ കുറ്റപത്രത്തിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് ദില്ലി റോസ് അവന്യൂ കോടതിയാണ് നോട്ടീസ് അയച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. ദില്ലിയിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണ് 3 കുട്ടികളടക്കം 4 പേർക്ക് ദാരുണാന്ത്യം. UP-യിൽ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ദില്ലിയിലെ വെള്ളക്കെട്ട് ആം ആദ്മി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ രോഗമെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കുറ്റപ്പെടുത്തി. പാലക്കാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് അമ്മയും കുഞ്ഞും മരിച്ചു. മാട്ടുമന്ത സ്വദേശി അഞ്ജു, മകൻ ശ്രീജൻ എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടർ നിയന്ത്രണം തെറ്റി റോഡിനോട് ചേർന്ന് കൂട്ടിയിട്ടിരുന്ന പൈപ്പിൽ തട്ടിമറിയുകയായിരുന്നു. കണ്ണൂരിൽ പൊതിച്ചോറ് ശേഖരിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവായ കണ്ണവം സ്വദേശിക്കെതിരെ കേസെടുത്തു. മുൻ DCC അംഗം പ്രഭാകരനെതിരെയാണ് കണ്ണവം പോലീസ് കേസെടുത്തത്. കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ചലച്ചിത്ര സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 1 മണിയോടെയായിരുന്നു അന്ത്യം. കരൾ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ വിയോഗം. നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ വീണ്ടും ബോംബ് ഭീഷണി. വ്യാഴാഴ്ച രാത്രി DIGയുടെ ഔദ്യോഗിക മെയിലിലേക്ക് ഹിസ്ബുൾ മുജാഹിദിന്റെ പേരിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. സംഭവത്തിൽ വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്തെ പലയിടങ്ങളിലും വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയ്ക്ക് സസ്പെൻഷൻ. കൊച്ചി മേയറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ബുധനാഴ്ച വൈകിട്ടാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്വപ്ന വിജിലൻസ് പിടിയിലായത്. സ്വപ്നയെ തൃശൂർ വിജിലൻസ് കോടതി വ്യാഴാഴ്ച റിമാൻഡ് ചെയ്തു. PV അൻവറിന് തിരിച്ചടി. UDF പ്രവേശനത്തിൽ തീരുമാനമെടുക്കാതെ UDF നേതൃയോഗം. അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ UDF-ലെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോന്നി കുമ്മണ്ണൂർ കാഞ്ഞിരപ്പാറ ഭാഗത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. കുമ്മണ്ണൂർ കാഞ്ഞിരപ്പാറ വനത്തിലാണ് കടുവയെ കണ്ടത്. കുമ്മണ്ണൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ രാവിലെ നടത്തിയ പതിവ് ഫീൽഡ് പരിശോധനയ്ക്കിടെയാണ് ചത്ത നിലയിൽ കടുവയെ കണ്ടത്. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം.
തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരത്തിലെ പ്രമുഖ ഹോട്ടലടക്കം 6 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിശോധന. എറണാകുളം പെരുമ്പാവൂരിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ചുവട്ട് തൊഴിലാളി മരിച്ചു. കിഴക്കമ്പലം പഴങ്ങനാട് പുള്ളിക്കൽ വീട്ടിൽ 42 വയസ്സുള്ള നികേഷാണ് മരിച്ചത്. ആലുവ മൂന്നാർ റോഡിൽ പെരുമ്പാവൂർ പള്ളിപ്പടിയിൽ ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. കുന്നമംഗലം എക്സൈസ് സംഘം 8 കിലോ കഞ്ചാവ് പിടികൂടി. ഒരു അന്യസംസ്ഥാന തൊഴിലാളി പിടി. കോഴിക്കോട് തൊട്ടിൽപ്പാലം ഒട്ടോറേമ്മൽ ഉന്നതിയിൽ 8 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. രഹസ്യവിവരത്തെ തുടർന്ന് തൊട്ടിൽപ്പാലം പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചെടികൾ കണ്ടെത്തിയത്. സംഭവത്തിൽ തൊട്ടിൽപ്പാലം പോലീസ് കേസെടുത്തു. കാപ്പാട് തീരത്ത് ചരിത്ര മ്യൂസിയം യാഥാർത്ഥ്യമാക്കാനൊരുങ്ങിയ സംസ്ഥാന സർക്കാർ. കാപ്പാട് മുനമ്പത്തിനടുത്തുള്ള സ്ഥലം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സന്ദർശിച്ചു. മ്യൂസിയത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.